നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 27-ാം ദിവസം. കുടുംബങ്ങളുടെ ആധാരമായ വിശുദ്ധ യൗസേപ്പിതാവ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ പ്രത്യേകമായ രീതിയിൽ വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തി പ്രദർശിപ്പിക്കണം. ഈശോയെ അവൻ്റെ ശൈശവത്വത്തിൽ പരിചരിക്കുമ്പോൾ ദിവ്യശിശുവിനും അനുഗ്രഹീത അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പിതാവ് കൊടുത്ത ശുശ്രൂഷകൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ എങ്ങനെയാണ് മാലാഖമാരുടെ രാജ്ഞി സഹിച്ച സഹനങ്ങളും പരീക്ഷണങ്ങളും പീഡനങ്ങളും ധ്യാനിക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. ഈശോയും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പിതാവും കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോർത്ത് ഈ 3 ഹൃദയങ്ങൾക്കും ആശങ്കയുണ്ട്. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് കുടുംബം എന്താണെന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തുകയാണ്. അതിൻ്റെ പരിണിതഫലമോ ഈ കാലഘട്ടത്തിൽ വിവാഹബന്ധങ്ങൾ വേർപെടുത്തുന്നത് വർദ്ധിച്ചിരിക്കുന്നു. ദമ്പതിമാർ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഗർഭചിത്രം നിയമാനുസൃതമാക്കപ്പെടുന്നു. മക്കൾ 2 പിതാക്കന്മാരാലോ അഥവാ 2 അമ്മമാർ മുഖാന്തിരമോ വളർത്തപ്പെടുന്നത് സാമൂഹ്യപരമായി സ്വീകാര്യമായി കഴിഞ്ഞു. കുടുംബങ്ങൾ വിനാശത്തിൻ്റെ വലിയ വക്കിലാണ്. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ്. സമീപകാലത്ത് പ്രഗത്ഭരായ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പല പ്രോഗ്രാമുകളും കുടുംബങ്ങളെ തകർക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായി തോന്നുന്നു. ക്രമരഹിതവും അസ്വാഭാവികവുമായ കാര്യങ്ങളെ സ്വാഭാവികവും ആകർഷണീയവും മഹനീയവുമായി അവതരിപ്പിക്കാനുള്ള സംഘാതമായ ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ട സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചൈതന്യത്തിന് വിരുദ്ധമാണത്. അത് കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന ഭിന്നതയും സംഘർഷവും പ്രത്യേകമായി കുഞ്ഞുങ്ങളിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഇവ വഴി ധാർമ്മിക മനസാക്ഷി അന്ധകാരത്തിലാകുന്നു. സത്യവും സുന്ദരവും നന്മയുമായിട്ടുള്ള എല്ലാറ്റിനെയും അത് വികലമാക്കുന്നു. സ്വാതന്ത്ര്യം പുറന്തള്ളപ്പെടുകയും തൽസ്ഥാനത്ത് അടിമത്തം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ 2 വിലയിരുത്തൽ വളരെ കൃത്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ പാഠശാലയായി മനോഹരവും സന്തോഷകരവുമായ ജീവൻ നൽകുന്ന ഒന്നായിട്ടാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. എന്നാൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും അത് നശിപ്പിക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ മാറ്റിമറിക്കുന്നത്? നമുക്കെങ്ങനെ കുടുംബത്തെ ക്രമത്തിലാക്കാം? ഇതിനുള്ള ഏക പരിഹാരം നമ്മുടെ കുടുംബത്തിൻ്റെ ഏക മാതൃകയായി തിരുക്കുടുംബത്തെ ഉയർത്തുകയും തിരുക്കുടുംബത്തിൻ്റെ തനി പകർപ്പായി നമ്മുടെ കുടുംബങ്ങൾ മാറുകയുമാണ്. സമൂഹത്തിൽ തിരുക്കുടുംബത്തെ വിലമതിക്കുമ്പോൾ നമ്മൾ മാതൃത്വത്തിൻ്റെ വിശുദ്ധിയും പിതൃത്വത്തിൻ്റെ വീരോചിതത്വവും മക്കളുടെ അനുഗ്രഹവും മനസ്സിലാക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ തൂണാകാൻ വിശുദ്ധ യൗസേപ്പിതാവ് ആഗ്രഹിക്കുന്നു. തൂണൊരു അടിസ്ഥാനമാണ്. നമ്മുടെ ഭവനം ഉറച്ച ശിലയായിരിക്കാനും കുലുങ്ങാതിരിക്കാനും നമ്മുടെ കുടുംബത്തിന് വിശുദ്ധ യൗസേപ്പിതാവിനെ ആവശ്യമുണ്ട്. പ്രാർത്ഥനയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ശുദ്ധതയുടെയും സത്യസന്ധതയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റിയും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിന് മഹോന്നതമായ സ്ഥാനം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും വിശുദ്ധ യൗസേപ്പിതാവ് കുടുംബങ്ങളെ പഠിപ്പിക്കും. അദ്ദേഹം കുടുംബത്തെ സ്നേഹിക്കുന്നു. കുടുംബത്തിൻ്റെ തൂണായ അദ്ദേഹം മാതൃത്വം, പിതൃത്വം, മക്കൾ ഇവയുടെ പ്രാധാന്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നു. ഈശോയുടെ ശൈശവത്വത്തിൻ്റെയും മറഞ്ഞിരിക്കുന്ന വർഷങ്ങളിലുള്ള ജീവിതത്തിൻ്റെയും വിശുദ്ധനാണ് അദ്ദേഹം. അദ്ദേഹം ആധുനിക മനുഷ്യനെ അപ്പനും അമ്മയും മക്കളും ഉൾപ്പെടുന്നതാണ് കുടുംബമെന്നുള്ള യഥാർത്ഥ നിർവചനം പഠിപ്പിക്കുന്നു. ആധുനിക കുടുംബസങ്കല്പങ്ങൾ പിശാചിൻ്റെ ചതിയാണ്. കുടുംബത്തെയും വിവാഹത്തെയും പുനർനിർവചനം നടത്തുമ്പോൾ സമൂഹം, സംസ്കാരം, ധാർമ്മികത തുടങ്ങിയ യഥാർത്ഥ കുടുംബമൂല്യങ്ങൾ തകരുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് എന്ന വ്യക്തിയിലൂടെ എന്താണ് ഭർത്താവാകുക അഥവാ പിതാവാകുക എന്ന് മനുഷ്യർ പഠിക്കുന്നു. അവർ സ്ത്രീകൾക്കും മക്കൾക്കും പൊതു നന്മയ്ക്കും വേണ്ടി പരിത്യാഗം അനുഷ്ഠിക്കുന്നവരാകണം. മറ്റുള്ളവർക്ക് വേണ്ടി പുരുഷന്മാർ പരിത്യാഗം അനുഷ്ഠിക്കുന്നത് ആദരണീയമാണ്. സ്നേഹത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും തങ്ങളെ ഫലമേൽപ്പിച്ചവർക്ക് വേണ്ടിയുള്ള വിശ്വസ്തതയിലൂടെയാണ് പിതൃത്വവും പൗരുഷവും പരിപൂർണമാക്കപ്പെടുന്നത്. അങ്ങനെ പൗരുഷ്യം അഭ്യസിക്കുന്നതിലൂടെ
ഭർത്താക്കന്മാരും പിതാക്കന്മാരും സാംസ്കാരികതയുടെ തൂണുകളായി തീരുകയും അതോടൊപ്പം വിശുദ്ധരായി തീരുകയും ചെയ്യും. വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെയുള്ള മനുഷ്യരെ കൊണ്ട് നിറയപ്പെടുന്ന ലോകത്തിൽ സമൂഹവും ധാർമ്മികതയും നവീകരിക്കപ്പെടുന്നതായി അനുഭവപ്പെടും. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ച് ഇപ്രകാരം പറയുന്നു: ഈശോ സാധ്യമാം വിധം തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തെരുവുകളിലും എവിടെയൊക്കെ അവസരങ്ങൾ ലഭിച്ചോ അവിടെയെല്ലാം സന്തോഷത്തോടും ആകാംക്ഷയോടും കടപ്പാടോടും കൂടി എല്ലാവരെയും സഹായിച്ചു. അവിടുന്ന് തൻ്റെ വളർത്തു പിതാവിനെ ജോലി കാര്യങ്ങളിൽ സഹായിച്ചു. അതോടൊപ്പം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി സ്വയം സമർപ്പിച്ചു. നസ്രത്തിലെ എല്ലാ മക്കൾക്കും അവൻ മാതൃകയാണ്. തിരുക്കുടുംബത്തിൻ്റെ തനിപ്പകർപ്പായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. എന്റെ രക്ഷകന്റെ അപ്പാ കരുതേണമേ, കാക്കേണമേ. അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അവഹേളനത്തിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളരും